ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില ആൾക്കാരുടെ പേര് കേൾക്കണം. പേരയം, കുണ്ടറ, കുന്നത്തൂർ, ചന്ദനത്തോപ്പി, ആളുകളുടെ പേരുകളാണ്. ഇതൊക്കെ സ്ഥലങ്ങളാണ്. പക്ഷേ ഇവരെല്ലാം കുണ്ട്ര വിളിയാന്ന് പറയാം. കുണ്ട്ര വിളി. ഞങ്ങളുടെ നാട്ടിൽ കുണ്ട്ര വിളിക്കാന്ന് പറഞ്ഞാൽ കുണ്ട്ര ഒരു പണിക്കാരനാണ്. ഞങ്ങളുടെ കുണ്ട്ര വിളിക്കാനാണ് പറയുന്നത്. കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലമാണ്. MA ബേബിയുടെ മണ്ഡലമാണ് കുണ്ട്ര. അപ്പോൾ ഈ ആൾക്കാരെല്ലാം തന്നെ കല്യാണം കഴിച്ച്, ഇവിടുത്തെ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് ഇവിടെ വന്ന് തങ്ങിയ ആൾക്കാരെയാണ് വന്ന സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഈ ആളുകൾ അവസാനം വരെ കുന്നത്തൂരിൻ്റെ മകൾ എന്നാണ് പറയുന്നത്. കുന്നത്തൂരിൻ്റെ ഒരു മകൾ, ഇന്ത്യയുടെ മകൾ എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൽ ജനിച്ച് അവിടെ ജീവിച്ച് അതിൻ്റെ അതിർത്തികൾ ഒരിക്കലും കടക്കാതെ മരിക്കുന്ന ആൾക്കാരായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അവരുടെ ജീവിത വീക്ഷണങ്ങളും ആശയങ്ങളും എല്ലാം തന്നെ പ്രാദേശികമാണ്, യാതൊരു വളർച്ചയും ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പഴയ ആൾക്കാരെ കണ്ടെത്തുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഫോസിലുകളിൽ കൈവച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അവരുടെ ജീവിത വീക്ഷണങ്ങളെല്ലാം ഒരു ഫോസിലൈസ്ഡ് സാധനം. അവർ ഒരു മാറ്റം ഉണ്ടാവില്ല. 90 വയസ്സുണ്ടാവും, പക്ഷേ അവർ 190 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. വലിയൊരു അപകടമാണത്. നമ്മൾ ഈ പഴമയിൽ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതിലുള്ളൊരു പ്രശ്നം ഇതാണ്. പഴയ ആൾക്കാർക്ക് മാറാനുണ്ടായിരുന്ന അവസരം, ഏറ്റവും വലിയ പൊതുവിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല, അവരവരുടെ ഗ്രാമത്തിന് പുറത്തേക്ക് പോയിട്ടില്ല, അവർ അതിർത്തികൾ ലംഘിച്ചിട്ടില്ല, കടൽ കടന്നിട്ടില്ല. കടൽ കടക്കുന്ന പാവമായിരുന്ന ഒരു രാജ്യമാണിത്. അപ്പോൾ ഈ പഴയ ആൾക്കാർ എങ്ങനെയാണ് ഒരു ദുരന്തം പലപ്പോഴുമായി പലർക്കും തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫോസിലൈസ്ഡ് ആണ്, അവരിലൊരു മാറ്റമില്ല. ഇന്നത്തെ ചെറുപ്പക്കാർ അല്ല ഇന്നത്തെ വരുന്ന ആൾക്കാർക്ക് കൂടുതൽ എക്സ്പോഷർ ഉണ്ട്. കുറേ ഇപ്പോൾ പ്രധാനമായിട്ടും ഈ കുട്ടികളെ വളർത്തുന്നതിലാണ് ആളുകൾക്ക് പലപ്പോഴും തോന്നുന്നത്. കുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, അവർ പഠിക്കുന്നില്ല, അവർ മൊബൈൽ കുത്തിങ്ങാണ്. ഒന്ന് ആലോചിച്ച്, നമ്മൾ മൊബൈൽ എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചത്. നമ്മൾ എത്രമാത്രം മൊബൈൽ കുത്തിങ് നടത്തുമായിരുന്നു എന്നറിയാനായിട്ട് നമ്മളെ ഈ സാഹചര്യത്തിൽ ഇട്ട് നോക്കണമായിരുന്നു. നമ്മൾ പക്ഷേ കമ്പയർ ചെയ്യുന്നത് ഞാനിതൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്, ഞാനിതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു, പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷേ അന്ന് ഈ സാധനമൊന്നും ഇല്ല. അന്ന് ഈ മൊബൈലില്ല, കുത്തിങ്ങില്ല, ക്ലിപ്പില്ല, ഒന്നുമില്ല, വാട്സപ്പ് ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല.